വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ഇന്ന് ഈ ചുമതല ഏൽക്കാൻ ഉള്ള സാഹചര്യമുണ്ടായത്. 2010 ആരാധ്യനായ നമ്മുടെ മുരളിയേട്ടൻ സംസ്ഥാന അധ്യക്ഷനായ സമയത്താണ് ഞാൻ ജില്ലാ പ്രസിഡന്റായി ചുമതലയെടുത്തത്. 2013 3 വർഷത്തിന് ശേഷം ഞാൻ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ചുമതല ഒഴിയുന്നത്. കഴിഞ്ഞ 12 വർഷക്കാലമായി നാഷണൽ കൗൺസിൽ അംഗം കെ സുരേന്ദ്രൻ പ്രസിഡന്റായതിനു ശേഷം സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ പ്രവർത്തിച്ചു വരികയാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി 5 വർഷത്തോളം 2016 മുതൽ 2021 വരെയുള്ള 5 വർഷക്കാലം സംഘടന എന്നെ മത്സരിക്കാൻ ഏൽപ്പിച്ച പാറശാല നിയോജക മണ്ഡലത്തിലെ ജനങ്ങളോടൊപ്പമായിരുന്നു 5 വർഷം ഞാൻ ജീവിച്ചതും പ്രവർത്തിച്ചതും. കഴിഞ്ഞ 3 വർഷമായിട്ടാണ് വീണ്ടും തിരുവനന്തപുരം നഗരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത്. ഒരു നിയോഗം എന്ന നിലയിൽ കഴിഞ്ഞ 10 മാസത്തിന് മുമ്പ് അഖിലാണ്ടകോടി ബ്രഹ്മാണ്ഡ നായകനായിട്ടുള്ള അനന്തപുരിയുടെ ലോകനാഥൻ ദേശനാഥൻ ശ്രീ പത്മനാഭസ്വാമിയുടെ പാദസേവകനായി പ്രവർത്തിക്കുവാൻ എൻ്റെ പാർട്ടിയും നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരും എന്നെ ചുമതലപ്പെടുത്തി കഴിഞ്ഞ 10 മാസമായി ഞാൻ പ്രവർത്തിച്ചു വരികയാണ്. കഴിഞ്ഞ 22 വർഷക്കാലമായി ശ്രീ പത്മനാഭസ്വാമിയുടെ ഒരു ഭക്തൻ എന്ന നിലയിൽ, ദിവസവും രാവിലെ ദർശനം നടത്തുന്ന ഒരു ഭക്തൻ എന്ന നിലയിൽ അനന്തപുരിയെ സേവിക്കുവാൻ ശ്രീ പത്മനാഭസ്വാമിയുടെ ഒരു നിയോഗം എൻ്റെ പാർട്ടി നേതൃത്വം, ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും, മുരളിയേട്ടനടക്കമുള്ള വി രാജേഷ് അടക്കമുള്ള നേതൃത്വവും ഇവിടുത്തെ അനന്തപുരിയുടെ മുഴുവൻ പാർട്ടി പ്രവർത്തകരുടെയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെയൊക്കെ അനുഗ്രഹത്തോടുകൂടി എന്നെ ഒരു 12 വർഷത്തിന് ശേഷം വീണ്ടും ഒരു ജില്ലാ പ്രസിഡന്റായി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അതിന് മുഴുവൻ ആൾക്കാർക്കും എൻ്റെ എല്ലാമായ പാർട്ടി പ്രവർത്തകർക്കടക്കം ഞാൻ സാദരം നമിക്കുകയാണ്. ഒട്ടേറെ മുന്നിൽ പോകാറുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലമായി ശ്രീ വി രാജേഷിൻ്റെ നേതൃത്വത്തിൽ നമ്മളെല്ലാം 2020, എനിക്കിപ്പോഴും ഓർമ്മ വരുന്നു, 2020 ഡിസംബർ മാസമാണ് പൂജപ്പുരയുള്ള എൻ്റെ ഭാരതീയം ട്രസ്റ്റ് ഓഫീസ്, ഞാൻ നേതൃത്വം കൊടുക്കുന്ന ഭാരതീയം ട്രസ്റ്റ് ഓഫീസിൽ വെച്ച് രാജേഷ് എന്നെ കാണുകയും ജില്ലാ പ്രസിഡന്റായി രംഗത്ത് വരാൻ എന്നോട് അഭിപ്രായം ചോദിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാവരുടെയും അഭിപ്രായത്തിൽ ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ അനന്തപുരിയെ നേതൃത്വം നൽകുവാൻ, BJPക്ക് നേതൃത്വം നൽകുവാൻ, യുവമോർച്ചയുടെ ഒട്ടേറെ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ വി രാജേഷിനെ നാം എല്ലാം ചുമതലപ്പെടുത്തുകയും കഴിഞ്ഞ 5 വർഷക്കാലമായി അദ്ദേഹം നമുക്ക് വേണ്ടി, പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. 2020 നഗരസഭാ തെരഞ്ഞെടുപ്പിൽ വി രാജേഷിനെ കൗൺസിലറായി പൂജപ്പുര മത്സരിക്കാൻ ഞാനടക്കമുള്ള നമ്മുടെ എല്ലാ പ്രവർത്തകരുടെയും ആവശ്യപ്രകാരം മത്സരിക്കാനും കൗൺസിലറാവുകയും എൻ്റെ വാർഡ്, ഞാൻ താമസിക്കുന്ന എൻ്റെ വാർഡിൽ കൗൺസിലറായും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ നഗരസഭയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെയും അഴിമതിക്കെതിരെയും നിരന്തരമായിട്ടുള്ള പോരാട്ടം വി രാജേഷിൻ്റെയും MR ഗോപൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നും കൗൺസിലർമാരുടെയും നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഒട്ടേറെ ഇനിയും സഞ്ചരിക്കാനുണ്ട്. വളരെ പ്രതീക്ഷയോടുകൂടി, വളരെ ഉത്തരവാദിത്തോടുകൂടി എന്നെ ഏൽപ്പിച്ച കർത്തവ്യം ഞാൻ നിർവഹിക്കുമെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രതിജ്ഞ ചെയ്ത് പറയുകയാണ്. തീർച്ചയായിട്ടും അത് നിർവഹിക്കുക തന്നെ ചെയ്യും. ഏതൊക്കെ പ്രതിസന്ധി വന്നാലും പ്രതിബന്ധങ്ങൾ വന്നാലും അതിനെയൊക്കെ തരണം ചെയ്യാൻ ഈ പ്രസ്ഥാനത്തിന് കഴിവുണ്ട് എന്ന്, കരുത്തുണ്ട് എന്ന് കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾക്ക്, പ്രത്യേകിച്ചും 1984 മുതൽ ഇതുവരെ തിരുവനന്തപുരത്തെ പ്രവർത്തകർക്ക് അതിനുള്ള കരുത്തുണ്ട് എന്ന് തെളിയിച്ചിട്ടുണ്ട്. ആ കരുത്തോടുകൂടി തന്നെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമല്ല. ഇവിടെ മുരളിയേട്ടൻ സൂചിപ്പിച്ചു, ലോകത്തിൻ്റെ ഏറ്റവും നല്ല ക്ലീൻ സിറ്റി ആയിരുന്ന തിരുവനന്തപുരം നഗരം, ഇന്ന് തിരുവനന്തപുരം നഗരത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് മുരളിയേട്ടൻ പറയാതെ തന്നെ, നമ്മൾ ആരും പറയാതെ തന്നെ
ഈ അനന്തപുരിയുടെ ജനങ്ങൾക്കറിയാം. രാജ്യത്തിൻ്റെ മറ്റെല്ലാ തലസ്ഥാനങ്ങളും വികസനത്തിൻ്റെ പാതയിൽ മുന്നോട്ട് പോകുമ്പോൾ എന്തുകൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം ഇന്നും മുന്നോട്ട് പോകുന്നില്ല വികസനത്തിൻ്റെ പാതയിൽ? നമുക്ക് അറിയാം, തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ ആ കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള വികസനങ്ങൾ മാത്രം, ആ വികസനങ്ങൾ കുറച്ച് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞല്ലാതെ ഇന്ന് നാടിന് ഉതകുന്ന രീതിയിലുള്ള വികസനത്തിൻ്റെ പാതയിൽ നമ്മുടെ തലസ്ഥാന ജില്ല മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. നിരന്തരമായിട്ടുള്ള സമര പോരാട്ടങ്ങൾ നടത്തേണ്ട കാലഘട്ടമാണ് ഇനി അങ്ങോട്ടുള്ളത്. വിശ്രമമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നമുക്ക് മുമ്പോട്ട് പോകണം. ഓരോ പ്രവർത്തകനും ചിന്തിക്കേണ്ടത് അതാണ്. ജനങ്ങൾ പ്രതീക്ഷയോടുകൂടി, കേരളത്തിൻ്റെ മുഴുവൻ ജനങ്ങളും പ്രതീക്ഷയോട് കാണുന്ന ഒരു ജില്ലയാണ് തിരുവനന്തപുരം. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ജില്ലയിലെ 2 പാർലമെൻറ്റ് മണ്ഡലങ്ങൾ, മുരളിയേട്ടൻ മത്സരിച്ച ആറ്റിങ്ങലും രാജീവ് ചന്ദ്രശേഖർജി മത്സരിച്ച തിരുവനന്തപുരം പാർലമെൻറ്റിലും നമുക്ക് വിജയത്തിൻ്റെ അടുത്ത വരെ എത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളത്തിൽ BJP വളരണം, BJP പ്രതീക്ഷയ്ക്കത്ത് ഉയരണമെന്ന് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും, അത് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതുമായി ചിന്തിക്കുന്ന ജനവിഭാഗങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. നിരന്തരമായുള്ള സമരങ്ങളാണ് ഇനി. ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, തിരുവനന്തപുരത്തിൻ്റെതായ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, തിരുവനന്തപുരത്തിൻ്റെ സമഗ്രമായ വികസനം, അനന്തപത്മനാഭൻ നിലകൊള്ളുന്ന കിഴക്കേക്കോട്ട വികസനമടക്കമുള്ള, ഇന്നും ആറ്റുകാൽ ടൗൺഷിപ്പ് അടക്കമുള്ള, ഇന്നും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാത്ത ജനകീയ പ്രശ്നങ്ങൾ ഇന്നുമുണ്ട്. തിരുവനന്തപുരത്ത് ഒട്ടനവധി പദ്ധതികൾ, കേന്ദ്ര പദ്ധതികൾ, പല വികസനങ്ങളും കൊണ്ടുവരാൻ നമുക്ക് കഴിയും. അതിന് തിരുവനന്തപുരം നഗരസഭ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDAയുടെ കയ്യിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് സാധിക്കൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിനനുസരിച്ച് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് എപ്പോഴും എന്നെ വിളിക്കാം, ഏത് സമയവും വിളിക്കാം. നിങ്ങളുടെ മുമ്പിൽ ഞാനുണ്ടാകും. എപ്പോൾ വേണമെങ്കിലും കാണാം. തിരുവനന്തപുരത്തിൻ്റെ ജനങ്ങൾക്ക് എപ്പോഴും കാണാം. എനിക്ക് തീർച്ചയായിട്ടും ഇവിടെ മുരളിയേട്ടൻ പറഞ്ഞില്ല, ക്യാപ്റ്റൻ ഒറ്റയ്ക്ക് കളിച്ചാൽ വിജയിക്കില്ല. എല്ലാവരും ഒരുമിച്ച് നിന്ന് കഠിനാധ്വാനം ചെയ്ത് മുമ്പോട്ട് പോകാൻ കഴിയൂ, വിജയം വരിക്കാൻ കഴിയൂ. ഞാൻ എല്ലാവരെയും, BJPയുടെ മുഴുവൻ പ്രവർത്തകരെയും, സാധാരണ നേതാക്കന്മാരടക്കമുള്ള സാധാരണ എല്ലാ പ്രവർത്തകരെയും ഞാൻ നെഞ്ചോട് ചേർത്തുകൊണ്ട് ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി ശ്രീ പത്മനാഭസ്വാമിയുടെ അനുഗ്രഹത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകണം. അതിനുവേണ്ടി ജഗദീശൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അതിന് നമ്മുടെ സീനിയർ നേതാവ് ഇന്ന് ഒരു നിയോഗമാണ്. കാരണം എനിക്ക് ഇന്നത്തെ ഈ ചുമതല ഏൽക്കുന്ന ഈ ദിവസം, ഡിക്ലെയർ ചെയ്യുന്ന ഈ ദിവസം, നമ്മുടെ പ്രിയ നേതാവ് മുരളിയേട്ടൻ വന്നത് ഞാൻ വളരെ ഭാഗ്യമായി കാണുന്നു, ഒരു നിയോഗമായി കാണുന്നു. മുരളിയേട്ടൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ഞാൻ പറയുന്നു, മുരളിയേട്ടനും എല്ലാവർക്കും ഞാൻ ഉറപ്പു തരുന്നു, നല്ല രീതിയിൽ ഈ സംഘടനയെ മുന്നോട്ട് നയിക്കാൻ മാധ്യമ സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മുന്നോട്ട് നയിക്കാൻ ഞാൻ എല്ലാ കാര്യത്തിനും ഒറ്റക്കെട്ടായി നമ്മൾ മുന്നോട്ട് പോകും. സ്വപ്നം സാക്ഷാത്കരിക്കാൻ, ബലിദാനികളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഇന്ന് ആദർശം മാത്രം മനസ്സിൽ വിചാരിച്ച് ഇന്ന് കാരാഗ്രഹങ്ങളിൽ കിടക്കുന്ന തടവുകാരടക്കം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുള്ള, ഈ പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ജീവിതം അർപ്പിച്ചിട്ടുള്ള എല്ലാവർക്കും വേണ്ടി അവരുടെയൊക്കെ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ എൻ്റെ നേതൃത്വത്തിന് കഴിയുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും പിന്തുണയും ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഭാരത്.